21 ദിവസവും തളരാതെ വിജയ് ചിത്രമായി ഗോട്ട് എന്ന് പറയുന്ന സിനിമ വമ്പൻ കളക്ഷനുമായിട്ട് ബോക്സ് ഓഫീസിൽ വിജയ് കുതിപ്പ് തുടരുകയാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വിജയിനെ കേന്ദ്ര കഥാപാത്രമാക്കി വെങ്കട് പ്രഭു അണിയിച്ചിരിക്കുക ഗോട്ട് എന്ന് പറയുന്ന സിനിമയുടെ 21 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. വിജയ് ആരാധകരും അതോടൊപ്പം തന്നെ തെന്നിന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ. വിജയുടെ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇറങ്ങിയ ചിത്രം എന്ന പ്രത്യേകത ചിത്രത്തിനുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളിലായിട്ടാണ് ചിത്രത്തിൽ വിജയ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായത്. സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യ ദിനം തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രം ഏകദേശം 60 കോടി രൂപയോളം, അങ്ങനെ പിന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ഏകദേശം 90 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ വീക്കിന്റെ തന്നെ ചിത്രം ഏകദേശം 250 കോടി ചിത്രം കളക്ട് ചെയ്ത ചിത്രത്തിന് ഇപ്പോഴത്തെ വിജയകരമായിട്ടുള്ള 3 ആഴ്ചകൾ പിന്നിടുമ്പോൾ 450 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. സിനിമയുടെ രണ്ടാം ഭാഗം ഉടനെ റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ടാം ഭാഗത്തിനുള്ള സാധ്യതകൾ തുറന്നിട്ടിട്ടാണ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗോഡ് വേഴ്സസ് ഒജി എന്നായിരിക്കും രണ്ടാം ഭാഗത്തിന്റെ പേര്. രണ്ടാം ഭാഗത്ത് വിജയ്ക്ക് പകരം അജിത്തും നായകനാകുന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. സിനിമയ്ക്ക് കേരളത്തിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നെങ്കിലും ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് നോർത്ത് ഇന്ത്യയിലും അതോടൊപ്പം തമിഴ് പതിപ്പിന് തമിഴ്നാട്ടിൽ മികച്ച സ്വീകാര്യതയും മികച്ച വിജയം തന്നെയാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും എന്തൊക്കെയാണ് ചിത്രം ഏകദേശം തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 230 കോടിക്ക് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. AGS എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കൽപ്പാത്തിയസ് അഗൗരവ്, കൽപ്പാത്തിയസ് ഗണേഷ്, കൽപ്പാത്തിയസ് സുരേഷ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായത്. യുവൻ ശങ്കർ രാജ എന്ന ചിത്രത്തിന്റെ സംഗീതം ഒരുക്കിയിട്ടുണ്ടായത്. ചിത്രത്തിൽ നായികയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് മീനാക്ഷി ചൗധരിയായിരുന്നു. ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് പ്രശാന്ത്, പ്രഭുദേവ, ജയറാം, അച്യുതൻ അമീർ, മോഹൻ, യോഗി ബാബു തുടങ്ങിയവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് തമിഴ് സിനിമകളുടെ എക്കാലത്തെയും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറാൻ ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ചിത്രം 500 കോടി കളക്ട് ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിജയ് ചിത്രമായി ഗോട്ട് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.